ഇത് പൊടിയനും പൊറിച്ചു. ഈ കഥ സഞ്ചരിക്കുന്നത് ഇവരിലൂടെയാണ്. ഈ നാട്ടിലെ പേര് കേട്ട കള്ളന്മാർ. എന്നാൽ ഇവർ ഒരു വീട്ടിൽ കയറിയാൽ നീ ഒറ്റ ഒരുത്തനല്ല നശിപ്പിച്ചത്. ഇനി എന്നെ പറഞ്ഞു നിന്റെ ഒടുക്കത്തെ ആർത്തിയ ഇതിന് മൊത്തം കാരണം. അതിപ്പോ ഞാൻ അറിഞ്ഞോ ഇത് എനിക്ക് വെച്ച മീനാണെന്ന്? നിനക്ക് വെച്ച മീനാ? ഓ എനിക്കല്ലടാ, എലിക്ക്. എടാ പൊട്ട, ക്യാറ്റ് എന്ന് പറഞ്ഞ ആമയാണ്. ഇങ്ങനെ പോണ ആമ. ഇതല്ലല്ലോ ഇപ്പൊ ഇവിടത്തെ പ്രശ്നം. എന്നാലും ആ വീട്ടിൽ ആളില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഈ ഡാൻസിന്റെ എവിടെ നിന്ന് വന്ന് പെട്ട്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കയ്യിന്റെ കാലിന്റെ വിറ തീർന്നിട്ടില്ല. ചന്തി പൊള്ളിയത് മാത്രം ഓർമ്മയുണ്ട്. ആ പാത്രം, തേങ്ങ. അയ്യോ, ഇനി പകല് വീട്ടിൽ കയറുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. ഞാൻ അല്ലെങ്കിലും ഈ കള്ളന്മാരുടെ തീർ വെച്ച് രാത്രി കയറുന്നതാ അതിന്റെ ഒരു. അല്ലെങ്കിലും നിനക്കെന്താ ഈ പകല് തന്നെ കയറണം ഒരു നിർബന്ധം? അത് പിന്നെ നീ വണ്ടി അവിടെ വെച്ചിരിക്കണു. അതവൾ വിളവിൽ തന്നെ. എന്നാലേ നമുക്ക് പോവാം. നല്ല വിശപ്പ്, അണ്ണം കീറുന്നു. അതെനിക്കുണ്ട്. ചെരുപ്പും പൊട്ടി. അമ്പലത്തിന്റെ പള്ളിയുടെ ഭാഗത്തോട്ടൊത്ത് പോണം. ചെരുപ്പ് മാറ്റി എടുക്കണ്ടടാ. അങ്ങനെ എങ്ങോട്ടാ? അപ്പുറത്തെ ജംഗ്ഷൻ വരെ ഒന്ന് വിടുവോ? കേറിക്കോ. എവിടെ തന്നെ? ഞാൻ ചമ്മാടുന്ന. ഇവിടെ ആരെ കാണാനാ? ഇവിടെ ദിവാകരൻ മുതലാളിയില്ലേ, മൂപ്പരൊന്ന് കാണണം. ഓ, നമ്മുടെ പലിശ. എന്താ മാഷേ, പലിശക്ക് തലവെക്കാൻ പോകണോ? ജീവിതം ചിലപ്പോ അങ്ങനെയല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങള്. അത് ശരിയാ. അയാളൊരു പലിശയാണെങ്കിലും ആളൊരു പാവാ. ശശിയണ്ണ, 2 ചായ, പാല് കൂട്ടി മധുരം കുറച്ച്. അകത്തോട്ട് വെക്കാം, അതാ നല്ലത്. ശരിയടാ. എന്നാ ഇതല്ലേ സ്ഥലം? ഇതൊക്കെ എന്ത്? വന്ന കാര്യം നല്ല പോലെ നടക്കട്ടെ. ഓ ശരി.
സാറിന് ഇപ്പൊ എന്താ വേണ്ടേ? ഒരു കോൾ ചെയ്താ പോരെ? വിളിച്ച സാറേ, വിളിക്ക്. സാറേ, എന്താടോ? അല്ല, വിളിച്ചു. വിളിച്ചു. അങ്ങോട്ട് മാറിക്കിടും. ഹരീന്ദ്ര, നാട്ടുകാരെല്ലാരും പറയുന്നത് ഞാനൊരു പിശുക്കനാണെന്നാ. സംഭവം ശരിയാണ്. പലിശയില്ലാതെ ഞാൻ ആർക്കും പണം കൊടുക്കാറില്ല. പിന്നെ ഇത് ഇങ്ങനെ ഒരു ആവശ്യമല്ലേ? ലാസർ വിളിച്ച് പറഞ്ഞ പിന്നെ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാര്യങ്ങൾ നടക്കട്ടെ. ഇതിന് നീ പലിശ തരണ്ട, മുതല് മാത്രം തന്നാ മതി. ശരി മുതലാളി, ഞാൻ വൈകാതെ തന്നെ തന്നു തീർത്താം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഓ, രണ്ട് പഴംപൊരി പാർസല്. എന്ത് ചായടാ ഇത്? ഇതോ? ഇത് ഏലക്കായ ചായ. കാശാടാ അത്? വാ. നമ്മളെ പുറത്തിറങ്ങിയ നമ്മൾ അയാളെ പിടിക്കാൻ. ശരി ശരി, നീ വണ്ടി എടുത്തിട്ട് വാ. ഞാൻ നോക്കാം. വേണ്ട, ഞാൻ നോക്കാം. നീ മുന്നോട്ട് നിൽക്കി. ചേട്ടാ ഒന്ന് നിക്കണേ. ചേട്ടാ, ഈ 4 മുക്കിലേക്കുള്ള വഴി അറിയാമോ? ഞാൻ ഇവിടെ ഉള്ള ആളല്ല മോനെ. എനിക്ക് തോന്നുന്നു അതാണെന്നാ തോന്നുന്നു. കൊണ്ടുപോകലടാ. ഒരു വണ്ടി ഇടറാ. ചോലയിലാടുമേക്കാൻ ഞാനും യാടില്ല യാടില്ല. യോ, ഇത് അയാളല്ലേ സാറേ? എന്തു പറ്റി സാറേ? എന്തു പറ്റി? എന്റെ പണം ബാഗ് കൊണ്ട് അവന്മാര് പോയി. ഇതിവിടെ പതിവുള്ളതാ. സാറേ അടിച്ചേട്ടെ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ സാറിന് ആ പണം തിരിച്ചു സാധിച്ചെന്നാട്ടെ. ഇതാവന്മാരെന്നെ ഓറഞ്ചും പൊടിയനും. എന്താ ഹരിയേട്ടാ ഇങ്ങനെ വന്നേക്കുന്നേ? ഇതെന്ത് പറ്റി? മോളെന്തേ? അവളെ അമ്മ കൊണ്ടുപോയി.
ഇതെന്താ പറ്റിയേ? കാശ് കിട്ടിയില്ലേ? അയാളെ കണ്ടില്ലേ? കൊണ്ടുപോയ കവറെന്തിയേ? എല്ലാം പോയടി, എല്ലാം പ്രതീക്ഷയും പോയി, എല്ലാം കള്ളന്മാര് കൊണ്ടുപോയടി. എന്താ ടെൻഷൻ പറ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ലക്ഷ്മി, നീ ചോറെടുത്തേക്ക്, ഞാനിപ്പോ വരാം. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കടാ. ആ എന്താടാ? അല്ല, ഞാനറിയാതെ എനിക്ക് മാറ്റാനാ. ഇതാ, നീ പിന്നെ നോക്ക്. വേണ്ട, ഒന്ന് പോയി നോക്കടാ. ഞാൻ വാ. ആ ഫോണ് വേറൊന്നുമില്ലേ? നീ വന്നേടാ. ഞാൻ പറഞ്ഞില്ലേ കാശ, നമ്മള് രക്ഷപ്പെട്ടടാ. എടാ, നമുക്ക് ഇന്ന് തന്നെ ഇതുമായിട്ട് വിട്ടാലോ? ഇത് തീരുമ്പോ നമുക്ക് ഇങ്ങ് വരാം. ആ എന്നാ വാ. ആ വന്നല്ല വനമാല. ആ ആശാൻ, ഇനിയെങ്കിലും അതൊന്ന് ഊരി വെക്ക്. ഈ വിഗ് ആശാനെ, ഇത് നിങ്ങളെ ഇരക്കലൊന്നും അല്ല, അധ്വാനം കുറച്ച് കൂടുതലുള്ള. അധ്വാനം? ഈ പണം നമുക്ക് വേണ്ട. ഇതൊരു പാവത്തിന്റെ. ഇത് നമുക്ക് വേണ്ട. പണ്ട് മുതൽ ഈ കളവിനൊരു നേരുനെറിയുണ്ട്. ഇത് തിരിച്ചു കൊടുത്തേക്കാം. ഇത് എന്നാ വർത്താനം ആശാനെ? പിന്നെ ഇത്രയും നാള് പണക്കാരെയല്ലേ നമ്മൾ പിഴിഞ്ഞോണ്ടിരുന്നത്. ഇങ്ങനെ നന്നാവാനൊന്നും പോണില്ല. ആ, അതെന്താ ആശാനെ ഇങ്ങനെ ഒരു മനമാറ്റം? മുതലാളി, ഞാൻ ഈ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. മോളെ ഹാർട്ട് ഓപ്പറേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ഓ ആയിക്കോട്ടെ. മകളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമല്ലേ? 2 ദിവസം കൊണ്ട് പണം കെട്ടാന്ന് പറഞ്ഞു പോയതാ. ഇവിടെ പണം കെട്ടിയില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തു. ആശാനെ, ആശാൻ പറഞ്ഞു ശരിയാ. ഈ പണം നമുക്ക് വേണ്ട. ആ കൊച്ചിനെ കൊല കൊടുത്തിട്ട് നമ്മൾ ജീവിക്കുവാണെ ദൈവം നമ്മളോട് പൊറുക്കില്ല. ഇത് നമുക്ക് കൊടുക്കാം, പക്ഷെ നമ്മൾ അയാളെ എങ്ങനെ കണ്ടെത്തും? ഒരു കാര്യം ചെയ്യും, അതിനകത്ത് അയാളുടെ പേഴ്സില്ലേ? ഒരു പേഴ്സ് ഉണ്ട്, പൈസയൊന്നുമില്ല കേട്ടോ. ആ ആധാരം. ഹരീന്ദ്രൻ, പുൽപ്പാട്ടിൽ ഹൗസ്, തിരുരങ്ങാടി പിയോ, ചമ്മാട്. നമുക്ക് ഉടനെ അവിടേക്ക് പോകാം. കണ്ടുപിടിക്കാലോ. ഇതതിലോട്ട്
ആ ചേട്ടാ, ലക്ഷ്മിക്കുട്ടി, ഇവന്മാരെ എന്റെ കാശെടുത്ത്. ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ ചേട്ടാ ചേട്ടാ ഞങ്ങളോട് ക്ഷമിക്കണം. കാര്യം എന്താണെന്ന് ആശ പറയുമ്പോഴാണ് മനസ്സിലായത്. ചേട്ടാ, ഞങ്ങൾ കള്ളന്മാരാ, നാട്ടിൽ നല്ല അറിയപ്പെട്ട കള്ളന്മാരാ. നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടുകാരെ വിളിക്കാം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം. ഞങ്ങൾക്ക് സ്വന്തമെന്ന് പറയാൻ ഒറ്റ മോളാ. അവക്ക് ഹാർട്ടിന് ഈ 2 ദിവസത്തിനകം അവളുടെ ഓപ്പറേഷനാ. അവൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര നാളും ജീവിച്ചത്. എന്നാ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോ എല്ലാം കൈവിട്ടു പോയി. വലിയ തെറ്റാ ഞങ്ങളോട് ചെയ്തത്. മോഷ്ടിച്ച് കിട്ടുന്ന പൈസ ഞങ്ങൾ 3 പേരോട് പങ്കിട്ടെടുക്കും. ഇതുപോലൊരു കുടുംബം നഷ്ടപ്പെട്ടവനാ ഞാനും. അതാണ് കൊടുക്കടാ. എന്നാ ശരി, പറ്റേ. ആ പിന്നെ പണ്ട് അമ്മത്തൊട്ടിൽ ഉപയോഗിച്ചു പോയ ഞങ്ങളെ അവിടുന്ന് മോഷ്ടിച്ചതായി ഈ ആശ. അന്നു മുതൽ ഞങ്ങൾക്ക് അച്ഛൻ്റെ സ്ഥാനത്താണ്. ഇപ്പോ ആ ആശാനെ സാക്ഷിയാക്കി ഞങ്ങൾ പറയുക, ഞങ്ങൾ മോഷണം നിർത്തി. ഇനി അന്യന്റെ മുതലേ ഞങ്ങൾ ആഗ്രഹിക്കും. അതോ മോഷണം? നിങ്ങൾക്കറിയോ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അതെടുക്കുമ്പോ മറുവശത്ത് മറ്റൊരു ജീവിതമുണ്ട്. പല ജീവിതങ്ങളും തിരിച്ചു പിടിക്കാനുണ്ട്. എന്തായാലും നന്മയിലേക്കുള്ള നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പേര്? തിരുവിൽ ജനിച്ച ഞങ്ങൾക്ക് എന്ത് പേരാ ചേട്ടാ. ഇവൻ എന്നെ പൊടിയാന്ന് വിളിക്കും, ഞാൻ പൊറിഞ്ചു. പിന്നെ ഞങ്ങളുടെ ആശ അത്രയേ ഉള്ളൂ. വരട്ടെ എന്നാ. ആയിക്കോട്ടെ. ഇനി നമുക്ക് ഈ പരിപാടി വേണ്ട. 2 ആളോടും കൂടിയാ പറഞ്ഞത്, കേട്ടല്ലോ? ആശാൻ പറഞ്ഞ പോലെ. ആശാനെ പേഴ്സ് വേണ്ട, ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഹലോ ചേട്ടോ, നിങ്ങളുടെ പേഴ്സ്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ആശാനെ? നമുക്ക് നാളെ നന്നായാ പോരെ? ആ അത് ശരിയാ, അത് ശരിയാ. ഞാൻ കൊണ്ടുവരാം.